ഇപ്പോൾ ഒരു അധ്യാപക മേഖലയിൽ ദീർഘകാലം നിൽക്കുന്ന ഒരു ബാങ്ക് എംപ്ലോയി ആയിരിക്കും, പിന്നീട് ബാങ്കിലേക്ക് കയറി ബാങ്ക് എംപ്ലോയി ആയിരിക്കുകയാണ്. ഈ ഒരു അവസരം എന്നെ ഒരാൾ വന്ന് പരിചയപ്പെടുത്തുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇന്ത്യയിൽ നിയമം വന്നു, സംസ്ഥാനത്ത് ഗൈഡ് ലൈൻ വന്നു, ട്രേഡ് യൂണിയൻ ശക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പാഠ്യവിഷയമാണ്, ബൂമിംഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊക്കെ പഠിപ്പിച്ചൊരു സബ്ജക്റ്റ് ആണെങ്കിലും എൻ്റെ ഒരു ധാരണ, നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും, മുൻധാരണ ഉണ്ടാവും, ഇതിങ്ങനെ തൂക്കി നടന്ന് വിൽക്കണ്ടേ. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നല്ലേ പറഞ്ഞത്, ഡയറക്റ്റ് വിൽക്കലാണ് കച്ചവടം. അതാ ഇപ്പം നമ്മൾ എന്ത് ഇയാൾ പറയുമ്പോൾ ഞാനെന്ന് വിചാരിക്കുന്നത് വീട് കയറി ഇങ്ങനെ വിൽക്കണ്ടേ ബാഗ് എടുത്ത് പോകുന്ന നോക്കി നമ്മളൊരു ഇമേജ് മനസ്സിൽ വരും. അപ്പൊ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ആളെ പറഞ്ഞു. മുഴുവനായിട്ട് കേൾക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഓൺലൈനിൽ വിൽക്കുന്നതൊക്കെ കറക്റ്റ് ആവില്ല എന്നൊരു എൻ്റെ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നതായിരിക്കും. സോപ്പ് ബുക്ക് ചെയ്താൽ കല്ല വരുമെന്ന് അവർ വിശ്വസിക്കുന്നത്. പിന്നെ അവരിത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവില്ല. അങ്ങനെ ഇപ്പൊ ക്ലിയർലി വിജയത്തിന് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഉണ്ടാവും. അത് വീട്ടിലാണ്. ചില റേഡിയോ ആണല്ലേ കരകരകരേ ശബ്ദം ഉണ്ടാവും. ഒന്ന് ട്യൂൺ മാറ്റിയാൽ യേശുദാസ് മനോഹരമായി പാടുന്നേക്കാം. വിജയത്തിന് നമ്മളിങ്ങനെ തകർന്നടിയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രവർത്തനം മാറ്റിയാണ് പുഷ്പം പോലെ വിജയിച്ച് കയറുന്നത്. അത് കണ്ടെത്തലാണ് യഥാർത്ഥ വർക്ക്. അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ആ ലൈനിൽ മുളകിയെത്തും. കറക്റ്റ് അല്ലേ? അപ്പോൾ തീരുമാനം എടുക്കുക എന്നുള്ളതല്ല, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. തീരുമാനമെടുക്കുന്നവരല്ല വിജയിക്കുന്നത്, അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്. ഞാൻ എടുത്ത തീരുമാനത്തിന് വേണ്ടി ഏതറ്റം വരെയും നിലകൊള്ളും, അവരാണ് വിജയിക്കുന്നത്. അല്ലാതെ എന്താ പറയാ, ഞാനൊരു തീരുമാനം എടുത്ത് പിന്നെ അടുത്ത ആഴ്ച വേറെ തീരുമാനം ഒരുപാട് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നിനും അയാൾ തടി കൊടുത്തിട്ടുണ്ടാവില്ല. തീരുമാനം ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. കൊടിയേറ്റാൻ എന്ത് പണിയെടുത്തു? തീരുമാനമെടുക്കുന്നതിലല്ല, ആരും എടുക്കാത്ത തീരുമാനമെടുക്കുന്നതിലല്ല, ആരും സഹായിക്കാനില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. എൻ്റെ നാട്ടുകാർക്കൊക്കെ ഇതിനെക്കുറിച്ച് സംശയമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും മടിച്ചു. അയാൾ 2,10,000 പറയുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടില്ലേ, ആഴ്ചക്ക് 2,10,000. അപ്പൊ അത് പറഞ്ഞൊക്കെ ഞാൻ മടിച്ചു പറഞ്ഞു കിട്ടും. അവസാനം ഞാൻ അയാളോട് ചോദിച്ചു, ഈ 2,10,000 കിട്ടിയാൽ കൊള്ളാന്ന് എനിക്കുണ്ട് കേട്ടോ, അത് തർക്കമില്ല, കിട്ടിയാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. ഈ 2,10,000 കിട്ടും, ആഴ്ചക്ക് 2,10 കിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ആർക്കും കിട്ടിയിട്ടില്ല, അങ്ങനെ വയനാടേ ആർക്കും കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ആർക്കും കിട്ടാത്ത പണി ഞങ്ങൾ എനിക്ക് തരുന്നില്ലേ. അപ്പൊ ഞാൻ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി അന്ന് പ്രത്യേകിച്ച് ചോദിക്കും. എന്നാൽ നല്ലൊരു ചിരിയാണ്, അതൊന്നും കിട്ടില്ല, ഒന്നും കിട്ടിയില്ല. അത് അയാൾ ഒരു വർത്തമാനം പറഞ്ഞു. അതാണ് തീരുമാനമെടുത്തവൻ ആ കാഴ്ചപ്പാട് അതിലേക്ക് കൊണ്ടുപോകും. അയാൾ പറയാണ്, ഉത്തരേന്ത്യയിൽ ആരൊക്കെയോ 2,10 പക്ഷേ കേരളത്തിൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ഇതിലൂടെ 2,10 വാങ്ങിയാൽ അത് ഞാനുമാവും. ഞാൻ അത്യാവശ്യം എൻ്റെ കൂടെ നിന്ന മാഷ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. എൻ്റെ പേര് MS പ്രസാദ്. അങ്ങനെ പറയുമ്പോൾ ഒരു സ്ട്രോങ് ഉണ്ടാവും. കരുത്തുള്ളവർ അംഗീകരിക്കും. പരാജയപ്പെട്ടവർ എന്താ പറയുക, വന്നോക്കെ ചിലപ്പോൾ 2,10 കിട്ടിയാലോ, ആരും ചെയ്യില്ല. അപ്പൊ വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? അത് ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടെ പറയുക. പ്രസന്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ കുറച്ച് പുറത്ത് എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പും പേസ്റ്റും ഹെയർ ഒക്കെ അല്ലേ, 2 കൊല്ലത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് പലതിനും. കുറച്ച് എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഞാൻ എടുക്കട്ടെ, ഒരു ID ലൈസൻസ് വെറുതെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഒന്നും കാത്തുതീയില്ല. ഇങ്ങനത്തെ GTS ഒന്നും അറിയില്ലല്ലോ. പലരോടും പറഞ്ഞു, ബാങ്കിലെ പല സ്റ്റാഫിനോടും പറഞ്ഞു. അവരൊക്കെ എന്നെ അനുഗ്രഹിച്ചു വിട്ടു, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ 2,10 വാങ്ങിക്കോ, ബെൻസ് വാങ്ങിക്കോ. പിറ്റേന്ന് ബാങ്കിൽ വരുമ്പോൾ പറയും, ബെൻസ് അത വരുന്ന ഒഴിഞ്ഞു കൊടുക്കും. കൗൺസിലിംഗ് പറയും, വൈദ്യരെ അയാളെ ഒന്ന് നോക്കൂ. പിന്നെ കസ്റ്റമർ മുന്നിൽ എന്നെ വൈദ്യരെന്ന് വിളിക്കുന്നു. കൂടെ നിൽക്കുന്നവർ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന അനുഭവിച്ചറിയണം. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, അനുഭവിച്ചുള്ളവരെ പ്രശ്നം ആലോചിച്ചു. കറക്റ്റ്.
അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതാണ് സത്യം. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇവർക്ക് അറിവുള്ളവരല്ലേ ബാങ്കിൽ കയറുന്നത്. അവർ പറയുമ്പോൾ ശരിയായിരിക്കും. എന്നാണ് പറയുന്നത്, നിനക്ക് പ്രാന്തണ്ടാ, ഇത് പണ്ടേ വന്നു പോയതാ, നീ അവസാനത്തെ പെട്ടുപോയതായി. കുറെ ആൾ ഒന്നിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ പെട്ടതായിരിക്കും. ഇതാണ് അവസ്ഥ. ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പെട്ടാക്കാൻ പറയും. അവർക്കൊന്നും അറിയില്ല. ഇത് വന്നാ പെൻസ് വാങ്ങാന്നാണ് അവൻ്റെ വിചാരം. അങ്ങനെ ഞാൻ സ്റ്റാർട്ട്. ചില ആൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് ചില ആൾ ചോദിക്കും, അല്ലാന്ന് ഞാനും ഈ ബിസിനസ്സിലുണ്ട്. അതെങ്ങനെ? ഞാനൊരു സോപ്പ് എയർവെൽ വാങ്ങിക്കല്ലോ, ഞാൻ കിട്ടുന്നുണ്ട്. 6 മാസമായി ഞാൻ തെറ്റോണ്ടിരിക്കുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. സോപ്പ് തിരിച്ചാൽ പൈസ കിട്ടുന്ന ചില ആൾ ഒരു കഥ അറിയില്ലെന്നേ. ഒരു സോപ്പ് എയർവെൽ വാങ്ങിയിട്ട് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. എങ്ങനെയാ പറഞ്ഞവർ ബോധ്യപ്പെടുത്തേണ്ടത്? ഇതിനെക്കുറിച്ച് ഒരു കഥ ഇല്ല. സോപ്പും പേസ്റ്റ് തേച്ചങ്ങ് തീർന്നതല്ലാണ്ട് അതിനെക്കൊണ്ട് വേറൊരു ഗുണവും കിട്ടില്ല. അതൊരു എൻട്രി അടിച്ച് ഐഡിയ അടിച്ച് നമ്മളിപ്പോൾ ചെയ്യണ്ടേ? ഇവരൊന്നും അറിയില്ല. ഒന്നും അറിഞ്ഞോടെങ്കിൽ വേറെ പ്രശ്നമുണ്ട്, ഗുണമുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്നും അറിയാത്ത കുറേ ആളുകൾ അവർ വിചാരിക്കുന്നത് എന്താ? ചില ആൾ വിചാരിക്കും നമ്മളൊരു പണിയെടുക്കാണ്ട് വെറുതെ പൈസ ആണ്. ചില ആൾ പറയുന്നത് അറിയോ, കഷ്ടപ്പെട്ട് പണിയെത്താൻ തിരികെ കിട്ടും. ഇത് രണ്ടിനിടയിലാണ് ജീവിതം. പണിയെടുക്കണം, കിട്ടും, കിട്ടുമ്പോൾ കിട്ടും പോലെ കിട്ടും. അറിഞ്ഞ് ചെയ്യണം. അറിയാണ്ട് സോപ്പും തേച്ചിട്ട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരു യുവജനോത്സവ പരിപാടി ഇങ്ങനെ നടക്കുക. കുച്ചിപ്പുടി ഡാൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാലോ കുച്ചിപ്പുടിയെ കുറിച്ച്. ഡാൻസ് കളിച്ചോണ്ട് ആളുകൾ ഇങ്ങനെ തുള്ളാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരാൾ മാത്രം പറഞ്ഞു, മാറി നിൽക്ക്, എന്താ കളി നോക്കട്ടെ. അയാൾ നിങ്ങൾ അടിക്കും വെച്ച് അവർ കളിക്കാൻ തുള്ളാൻ തുടങ്ങി. വീണ്ടും ആൾ പറയാം, എനിക്കൊന്ന് എന്താ കളി എന്ന് എനിക്കൊന്ന് അറിയണമെന്ന്, നിങ്ങളൊന്ന് മാറി നിൽക്ക്. ഇവരൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാന്തണ്ട. അയാളെ പിടിച്ച് പുറത്താക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനതിൻ്റെ വിധികർത്താവാ. മനസ്സിലായ? നിങ്ങൾക്ക് കളിയും കണ്ട് കൈ മുട്ടി പോയാൽ മതി. കളി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് മാർക്കിടാൻ പറ്റൂ. കളി അറിയാതെ ആട്ടം കണ്ടാൽ ആടിക്കൊടുത്താൽ എന്തിനാ ആടുന്നതെന്ന് അറിയണ്ട. 2 ഗുണമുണ്ട്. ഒന്ന്, എങ്ങനെയെങ്കിലും ആടിയാൽ മതി. ആടുന്നവൻ്റെ ബുദ്ധിമുട്ട് അറിയുകയും വേണ്ട, അഭിപ്രായം പറഞ്ഞാൽ മതി. ആട്ടം ഗംഭീരായി. എന്താ ആടിയേ? ആട്ടം ഒന്നിനും കൊള്ളൂല. സ്റ്റെപ്പ് അറിയില്ലല്ലോ, പാട്ടറിയില്ലല്ലോ. എന്നാൽ അറിഞ്ഞ് ചെയ്യുന്നതാണോ, പാട്ടിനനുസരിച്ചാണോ, സ്റ്റെപ്പ് മുദ്ര റെഡിയാണോ എന്ന് പഠിക്കണം. അതെ, പഠിച്ച് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതിൻ്റെ മുഴുവൻ നേട്ടവും അവർക്കുള്ളതാണ്. പിന്നെ ഇത് കുച്ചിപ്പുടിയാണെന്നെങ്കിലും അറിയാം. ഈ ബിസിനസ് എന്താണെന്ന് അറിയാതെ അഭിപ്രായം പറഞ്ഞു ഞാൻ കുറെ വിട്ടു. 8 മാസം എൻ്റെ വെറുതെ പോയി. അവർക്കറിയില്ല ഇത് കുച്ചിപ്പുടിയാണോ ഭരതനാട്യം എന്നത്. ആ മേഖലയിൽ കുറഞ്ഞ അറിവുണ്ടാക്കണം. ഈ അറിവാണ് ഇവിടുന്ന് 1.5 മണിക്കൂർ. ഇതെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ. ഇതുപോലെ അറിയാത്ത നാട്ടുകാർ അഭിപ്രായം കേട്ടാൽ നമ്മളെയൊക്കെ ഗംഭീരമായിട്ട് അവർ പറയും. എന്തെന്നാ പറയുന്നത് അവർക്കും അറിയില്ല. അപ്പം ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 5-8 മാസം പാർട്ട് ടൈമായിട്ട് ബാങ്കിനോടൊപ്പം ചെയ്തു. നാട്ടുകാരോടൊക്കെ ഞാൻ നിരത്തി പറയാൻ തുടങ്ങി. എല്ലാവരും എന്നെ അനുഗ്രഹിച്ചു വിട്ടു. അതിൽ കുറച്ചാളുകൾ എൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിൽ കുറച്ചാൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പേരാമ്പ്ര പോയപ്പോൾ കറക്ഷൻ ഏജൻറ്റ് ഒരു 65-70 വയസ്സുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഓടുന്നില്ലേ കറക്റ്റ് ചെയ്യാൻ വേണ്ടി? 100 കണക്കിന് ആളെ കാണുന്നില്ലേ? ഉണ്ട്, എനിക്ക് തിരക്കാം. ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ. ഉണ്ട്, അതാ തിരക്കെന്ന് പറഞ്ഞു. അതെ, ഏതായാലും ഓടുന്നില്ലേ, പൈസ വാങ്ങുമ്പോൾ ഒരു സോപ്പ് കൊടുത്തേക്ക്. ഏതായാലും നിങ്ങൾ ഇതിനായിട്ട് ഓടുന്നല്ലോ. വാഴേൻ്റെ അടി ചീര നട്ട വാഴ നനയ്ക്കുമ്പോൾ ചീര നനയൂലേ? നിങ്ങൾ ചീര പ്രത്യേകം നനയ്ക്കണോ? എന്തായാലും നിങ്ങൾ ഓടുന്നുണ്ടല്ലോ, ബാഗിൽ കുറച്ച് സോപ്പും വെച്ചോ, പൈസ വാങ്ങുമ്പോൾ ഒരു സോപ്പ് കൊടുത്തേക്ക്. അങ്ങനെ കുറച്ച് സോപ്പ് എടുത്താലും വാങ്ങി അയാൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ആളുകൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ പയ്യന്നൂർ പോയപ്പോൾ ഒരു വ്യക്തി ഒരു എന്താ പറയുക ഒരു പോളിസി ഏജൻറ്റ് അയാൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ആൾക്ക് സ്റ്റാർട്ട് ചെയ്തു. 8 മാസം ഞാനിങ്ങനെ ഒരു 1000-1200 വരുമാനം കിട്ടും. അപ്പം ഞാൻ ബാങ്കിലെടുത്ത് പറഞ്ഞിട്ടുണ്ടോ, കഴിഞ്ഞ 5 എനിക്ക് 1800 ഉണ്ട്. നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടല്ലോ. ഒരാഴ്ച വർക്ക് ചെയ്തപ്പോൾ എനിക്ക് 1800 റുപ്യ ഉണ്ട്. 1800 ഉണ്ടോ? ഓ, ബംഗാളിൽ കിട്ടും ആഴ്ച 7000. എനിക്ക് പറയണ്ടായിരുന്നു. തുടക്കത്തിലെ വരുമാനം നമ്മളെ കളിയാക്കാനുള്ള ഒരു വിത്തിട്ട 2 ഇല വരാൻ സമയമെടുക്കും, തണ്ട് വരാൻ സമയമെടുക്കും, പിടിക്കാൻ സമയമെടുക്കും. മുളച്ച് വരുമ്പോൾ ചവിട്ടി വരയ്ക്കാൻ സുഖമാണ്.
പടർന്ന് പന്തലിച്ച് മരമായാൽ ചവിട്ടുന്ന ആൾക്കാർ തണൽ കൊടുക്കും. ആളുകളൊക്കെ 1800 കളിയാക്കാൻ തുടങ്ങി. ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങി ചിരിച്ച് ചായ തൂവി അത് നോക്കി എന്നെ കളിയാക്കി. 1800 നീ എന്തിനു പറ്റും? ചായ നോക്ക്, എന്നെ നോക്ക്. തുടക്കത്തിൽ എല്ലാ അപമാനങ്ങളും അതുകൊണ്ട് തുടക്കത്തിൽ നിർത്താൻ എളുപ്പമാണ്. കാരണം അവൻ കളിയാക്കി, ഇവർ കുറ്റം പറഞ്ഞു, ആളുകളൊക്കെ കൂടെ വരുന്നില്ല, ഞാൻ നിർത്താൻ എളുപ്പമാണ്. ചെയ്യാൻ ഒറ്റ കാരണമുള്ളൂ, എനിക്ക് വിജയിച്ചേ അവർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. നാട്ടോടൊക്കെ നിർത്തിക്കളയാം. അങ്ങനെ ഞാൻ പോകെ കുറെ ആളുകളോടൊക്കെ പറഞ്ഞു ചെയ്തു. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഒരു താരം ട്രിപ്പ് വന്നു. അതിനു വേണ്ടി വീട് വിട്ടും ലീവ് എടുത്തൊക്കെ ചെയ്തപ്പോൾ 19ാമത്തെ ദിവസം കേരളത്തിൽ ആദ്യത്തെ താരം ട്രിപ്പ് വിന്നറായി. അവിടെ വെച്ചൊക്കെ തുടക്കമാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുക, തുടക്കം ഗംഭീരമാണ്, ഒടുക്കം അതിഗംഭീരാക്കണം എന്ന് പറയുന്നത്. ആ തുടക്കം ഇട്ടു. പിന്നീട് ലീവ് എടുത്താൽ ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ 2,10,000 2016 ഓഗസ്റ്റ് 26 കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ 2,10,000. ഇപ്പം കുറേ ആളുണ്ട്. കഴിഞ്ഞ ആഴ്ച അടുത്ത ആഴ്ച ഒക്കെ അടിക്കായിരിക്കും. ഇപ്പോഴും ആദ്യത്തെ അറിഞ്ഞാൽ തന്നെ അതിനൊരു മാറ്റമുണ്ട്. അങ്ങനെ വന്നു. സിംഗപ്പൂർ, താലൊക്കെ മലേഷ്യ ഒക്കെ ട്രിപ്പ് കിട്ടി. കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ ITC എന്ന നിലയിലേക്ക് വന്നു. അങ്ങനെ വളർന്ന് ഒരു ഹീറോ ഹോണ്ട ബൈക്ക് മാറ്റി പൾസർ ബൈക്ക്, കാറ് വാങ്ങി, 2ാമത്തെ കാറ് വാങ്ങി, 3 വാങ്ങി. 4ാമത്തെ വർഷം ചെയ്ത് ഒരു ബൈക്കുമായിട്ട് വന്ന ഞാൻ 4ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോഴത്തേക്ക് 72 ലക്ഷത്തിൻ്റെ BMW GT വാങ്ങിച്ചു. 3ാമത്തെ പ്രോപ്പർട്ടി വാങ്ങി. കഴിഞ്ഞ ഡിസംബറിൽ 1.25 കോടിയുടെ ഒരു സ്ഥലം വീടായിട്ട് വടകരയ്ക്കടുത്ത് വാങ്ങി സ്വന്തം 4ാമത്തെ പ്രോപ്പർട്ടി സ്വന്തമാക്കി. ഇതൊക്കെ വാങ്ങുമ്പോൾ ഇതിനനുസരിച്ച് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പണിയെടുക്കുന്നുണ്ട്. ശബ്ദത്തിൽ ചെറിയ കുഴപ്പമില്ല. ഇതെൻ്റെ ശബ്ദമല്ല കേട്ടോ, എൻ്റെ വേറെ ശബ്ദമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാണ്, മനസ്സിലല്ലോ. അഭിമാനത്തോടെ പണിയെടുക്കുന്നുണ്ട്. വേർക്കുന്നവന് മാത്രമേ വീര്യമുണ്ടാകൂ എന്നുള്ള സത്യം മനസ്സിലാക്കി അതിനോടൊക്കെ പണിയെടുക്കുന്നുണ്ടാകും. ഇപ്പം 8 വർഷം കഴിഞ്ഞു. ഫുൾ ടൈമായിട്ട് 9ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. ബാങ്കിലാണെങ്കിൽ 3 ജന്മം കൊണ്ടുണ്ടാക്കുന്ന നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം എന്ത് ചെയ്തു എന്നുള്ള എന്ത് നേടി എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ? കറക്റ്റ്. അപ്പം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പം നിങ്ങളെ ഈ സംശയമുണ്ടല്ലോ, ഇപ്പം കേട്ടോ, പുതിയ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഈ 2,10,000 ഇത് കിട്ടിയപ്പോൾ ഞാൻ എന്താക്കും, അഥവാ കിട്ടിയില്ലേ എന്താക്കും? സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടാ. തുടക്കത്തിന് മലയാളികളുടെ സംശയം ടോപ്പിലേക്ക് കയറും. 2 ആഴ്ച കിട്ടിയാൽ കുഴപ്പമില്ല, ഒരു 5-6 ആഴ്ച തുടക്കിയാൽ കിട്ടിയത് എന്താക്കും? ഇതിപ്പോഴേ ചിന്തിക്കും. നിങ്ങൾ അതിൻ്റെ ടോപ്പ് ചിന്തിക്കണ്ട. നിങ്ങൾ ആഴ്ചക്ക് 2,000 പ്ലാൻ ചെയ്യും, മാസത്തിൽ 8,000 കിട്ടുമല്ലോ. കൂടെയുള്ള ഒരു 5 ആൾക്ക് 2,000 വാങ്ങി കൊടുക്ക്, 10,000 കിട്ടും. അങ്ങനെ ആഴ്ചക്ക് 10 കിട്ടിയത് 40 കിട്ടും. അങ്ങനെ പിടിച്ച് കയറിയാൽ മതി. ആ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഇത്ര മൂല്യമുള്ള ഒരു അവസരം ഈ നൂറ്റാണ്ടിൽ വേറെയില്ല. അതാണ് APJ പറഞ്ഞത്, ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് നേരത്തെ. മനസ്സിലായല്ലോ? അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഞാൻ ചോദിക്കാനുള്ളത്. സിമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് നമുക്ക് ചെയ്തോളൂ. ഇവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വലിയ കാര്യങ്ങളൊന്നും ഫ്ലൈറ്റ് കയറി ദൂരെ പോയി താമസമൊന്നും ചെയ്യണ്ട. ഇച്ചിരി പ്രോഡക്റ്റ് എടുക്കുക, അത് നിങ്ങളെ ലൈസൻസ് ആക്കി രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ കൂടെയുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങൾ അത്രയും കൂടെ വരുന്ന ലീഡറെ കാണിച്ചു കൊടുക്കുക. അവർ പറഞ്ഞ് എൻട്രി ചെയ്യിക്കും. നിങ്ങൾ പറയേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ എന്താ പറയുക, അവരെന്താ ചോദിക്കുക നമുക്ക് പറയാനായില്ല. മലയാളി എന്തും ചോദിക്കും. ഈ പ്രോഡക്റ്റ് തേച്ചാൽ ചൊറിയുമോ? കഴിച്ചാൽ വയറിളകുമോ? തേച്ചാൽ മുടി ഒഴിയുമോ? ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എവിടുന്ന് വരുന്നു? അഥവാ കിട്ടിയില്ലേ എന്താക്കും? ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ തപ്പി പറയുമ്പോൾ പിന്നെ ചോദ്യം കൂടുതലായിരിക്കും. സ്ട്രോങ് ആയിട്ട് 2 മറുപടി പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പക്ഷെ സ്ട്രോങ് ആയിട്ട് പറയാൻ നമുക്ക് ആദ്യം അറിവുണ്ടാവില്ല. അതുകൊണ്ട് തുടക്കത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആരോടുമായിട്ട് പറയരുത്. നിങ്ങൾ ലീഡർക്ക് കാണിച്ചു കൊടുക്കുക, പ്രധാനപ്പെട്ട ആളുകളെ. അവർ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച 1/2 മണിക്കൂർ കൊണ്ട് ബോധ്യപ്പെടുത്തി കൊണ്ടുവരും. അവരെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് അവരിലൂടെ വരുന്ന ടേൺ ഓവറിൻ്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ തുടക്കം. ഇത് ഗംഭീരമാക്കാൻ നിങ്ങൾ ആരോടും ഒറ്റയ്ക്ക് പറയാണ്ടിരുന്നാൽ മതി. കൂടുതലൊന്നും പറയണ്ട. 4 കാരണങ്ങൾ കൊണ്ടാണ് വരുമാനം കിട്ടുന്നത്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞത് 4 കാരണങ്ങൾ. ഇവിടെ പിന്നെ എനർജറ്റിക് പേഴ്സണാലിറ്റീസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് 4 കാരണങ്ങൾ കൊണ്ട് വരുമാനം കിട്ടും. ഒന്നാമത്തത് ടെക്നോളജിയാണ്, സാങ്കേതിക വിദ്യ.
സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, വൃത്തികേടിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലേ? പണം നല്ലതിന് ഉപയോഗിക്കുന്നവരുണ്ട്, മോശത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പണം മോശം എന്ന് പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം വേണ്ടേ? എന്നാൽ അതുകൊണ്ട് വൃത്തികേടും ചെയ്യുന്നവരുണ്ട്. അതുപോലെ സാങ്കേതിക വിദ്യ, ടെക്നോളജി ഗുണകരമായിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് കാര്യം? നിങ്ങളിപ്പോൾ ഇവിടെ ഇല്ലേ, ഇവിടെ ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല, ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളിന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ ടീമിൽ വരും. അവരൊക്കെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കണക്കാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് അവർ അന്നാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കണക്കിലാണ്. കറക്റ്റല്ലേ? അവർ സോപ്പോ പേസ്റ്റോ എയറോലോ വാങ്ങി അതിൻ്റെ 12% എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടും. അതാണ് നേരത്തെ GTS പറഞ്ഞു തന്നത്. 10,000 കിട്ടി 1,200 കിട്ടും. നിങ്ങൾ എത്ര സാധനം എടുത്താലും അതിൻ്റെ 12% എൻ്റെ അക്കൗണ്ടിൽ വരുമാനം കിട്ടും. അപ്പം എനിക്ക് വരുമാനം കിട്ടുന്ന എൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല, ടെക്നോളജി കൊണ്ടാ. അല്ലേ? അതെ. നിങ്ങൾക്ക് കോഴിക്കോട് ബാങ്കിലുള്ള പണം വടകരയിൽ നിന്ന് കുത്തി വെച്ചെടുക്കാം. എന്തുകൊണ്ട്? ബാങ്കിൽ പോകണം. അതുകൊണ്ട് ടെക്നോളജിയാണ്. അതുപോലെ കാസർഗോഡോ കണ്ണൂരോ വയനാടോ മലപ്പുറമോ ഉള്ള ആരും എൻ്റെ കൂടെയുള്ള ടീമിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്താലും അവരെന്ത് വാങ്ങിയാൽ അതിൻ്റെ 12% മേപ്പയിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. എൻ്റെ കഴിവുണ്ടോ? നിങ്ങൾക്കും നാളെ വരുമാനം കിട്ടുന്നത് നിങ്ങൾ ഈ ടെക്നോളജിയിലാണ്. നിങ്ങളെ കൂടെയുള്ളവർ, നിങ്ങളെ മുഖേന ആര് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെയൊക്കെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നത് ടെക്നോളജി കൊണ്ടാണ്. അതാണ് ഈ ബിസിനസ്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. 2 ടീം വർക്കാണ്. ഇവിടെ ഇത്രയാണ് കൂടി ചേർന്ന് പലരും നാളെ മറ്റന്നാളിലൂടെ ടേൺ ഓവർ വന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എൻ്റെ വരുമാനം കൂടൂലേ? നിങ്ങളെ ആരെയും കൊണ്ടുവന്ന് ഞാനാണോ? അല്ല. ഇപ്പം ഞാൻ വളരുന്നത് എൻ്റെ കഴിവുകൊണ്ടാണോ? അല്ല, എൻ്റെ ടീമിൻ്റെ കഴിവുകൊണ്ട്. നാളെ നിങ്ങൾ വളരുന്നതും നിങ്ങൾ ഒറ്റയ്ക്കുള്ള കഴിവുകൊണ്ടായിരിക്കില്ല, നിങ്ങളെ കൂടെയുള്ള ടീമിൻ്റെ കഴിവുകൊണ്ടാണ് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. യൂസഫലി നല്ല മാർക്കറ്റിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള വ്യവസായി ആകുന്നത് അയാളെ മാത്രം കഴിവുകൊണ്ടല്ല, അയാളേക്കാൾ കഴിവുള്ള മാർക്കറ്റേഴ്സിനെ നിലനിർത്തി എന്നുള്ളത് കൊണ്ടാണ്. കറക്റ്റല്ലേ? അതുപോലെ നമ്മളെക്കാൾ കഴിവുള്ളവരെ കൂടുതൽ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ നിർത്തിയാൽ നമുക്ക് വരുമാനം കിട്ടും. ഇത് ടീം ചെയ്തോളും. ടീം ബിൽഡ് ചെയ്താൽ മതി. ടീം നമ്മളെ ധനം ഉണ്ടാക്കിക്കോളും. മൂന്നാമത്തെ മെയിൻ പവർ മൾട്ടിപ്ലിക്കേഷനാണ്. ഞാൻ ഒറ്റയ്ക്ക് 9 കൊല്ലം ബാങ്കിൽ എത്ര കഷ്ടപ്പെട്ട് കിട്ടുന്നൊരു പരിധിയുണ്ട്. ഇപ്പം എൻ്റെ കൂടെ 1 ലക്ഷത്തോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. എനിക്ക് 100 ആളേക്കാൾ കഴിവുണ്ട്. പക്ഷെ 100 ആളെ ജോലി ചെയ്യാൻ 100 ആളുകൾ തന്നെ വേണം. ഈ ആളുകളെ ഉപയോഗിച്ച് കൂടുതൽ ഉണ്ടാകാൻ പല തുള്ളി പെരുവെള്ളമാണ്. അങ്ങനെ കൂടുതൽ ആളുകളെ വെച്ച് മാർക്കറ്റ് ചെയ്താൽ എവിടെയും ബിസിനസ് വരുമാനം കിട്ടും. ഇവിടെ മാത്രമല്ല, നിങ്ങൾ 500 ആളെ വെച്ചിട്ട് ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ആ സ്ഥാപനം ഉണ്ടാക്കാനും സാധനം വാങ്ങാനും കോടികൾ മുടക്കണ്ടേ? ഇവിടെ വലിയ മുടക്കില്ലാതെ ആയിരക്കണക്കിന് ആളുകളെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ പോലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഈ സാങ്കേതിക വിദ്യ എന്താണ് മാൻ പവർ മൾട്ടിപ്ലിക്കേഷനോടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. 4ാമത്തെ ഡ്യൂപ്ലിക്കേഷൻ അനുകരണമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു അത് ഇവരും ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് കൂടെയുള്ളവരും ചെയ്യും. അങ്ങനെ കൂടെ ഒരുപാട് ആളുണ്ടാക്കി അവരെന്ത് ചെയ്യുന്നു അവരെ കൂടെ കൊണ്ടുവരുന്നവർ ചെയ്യും. ഇങ്ങനെ അനുകരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. ഈ 4 ടെക്നിക്കാണ്, സാങ്കേതിക വിദ്യയാണ് നമ്മൾ പഠിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൊണ്ടുവന്ന ലീഡേഴ്സ് എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് ചെയ്യുക. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർ പറയുന്നല്ലോ നമ്മൾ ചെയ്യുക. റോഡിലുള്ളവർ എന്ത് പറഞ്ഞു? അങ്ങനെയാ, എന്നാൽ ഞാൻ ഇങ്ങനെ പോവാം. നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം. നമുക്കൊരു വ്യക്തി അഭിപ്രായം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം പറയാം. ഈ ബിസിനസ്സിൽ വന്ന് അറിവുള്ളവർ പറഞ്ഞു തരുന്ന അറിവ് മാത്രമേ ഉപയോഗപ്പെടുത്തേണ്ടതുള്ളൂ. നിങ്ങൾ ഒരുപാട് സാങ്കേതിക വിദ്യയൊന്നും വേണ്ട, വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലം വേണ്ട, ആണോ പെണ്ണോ എന്ന വ്യത്യാസമില്ല, പ്രായം എന്തൊന്നും നോക്കുന്നില്ല. വിജയിക്കണമെന്ന ആഗ്രഹമുണ്ടോ, പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ, അവർക്കുള്ളതാണ് ഈ ബിസിനസ്. അല്ലാതെ നാട്ടുകാർ പറയുന്നതോട് പോയാൽ അങ്ങോട്ട് എത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. ഒരു ട്രെയിൻ ഇങ്ങനെ പോയിക്കോട്ടെ പോകുമ്പോൾ അത് ഒരു കാട്ടിലേക്ക് ഇടിച്ച് കയറി മരമൊക്കെ ഇടിച്ച് തകർന്ന് 168 പേർ മരിച്ചു. അപ്പോൾ റെയിൽവേ അധികൃതർ പരിശോധിച്ചപ്പോൾ ട്രെയിനൊരു കുഴപ്പമില്ല, എഞ്ചിനൊരു കുഴപ്പമില്ല, പാളത്തിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഡ്രൈവറെ വിളിച്ചു, എഞ്ചിനും പാളത്തിനൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ പറമ്പിലേക്ക് ഇടിച്ച് കയറ്റി ഇത്ര ആളെ കൊണ്ടില്ല, നീ എന്തിനാ ചെയ്ത്? സാറേ, ഞാൻ ഈ ട്രെയിനും കൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ നടുക്കൊരു ചെറുപ്പക്കാരൻ തടിമാറ് നടുക്കെടുക്കും. അവന്റെ നെഞ്ഞത്തോട് കാറ്റ് കൊണ്ടുകൂടെ ബാക്കിയുള്ളവർ രക്ഷപ്പെടില്ല, അവനോ മരിക്കാനായിട്ട് വന്നാണ്. അവന്റെ നെഞ്ഞത്തിന്റെ കാറ്റാണ് സാറേ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അവൻ ഈ പറമ്പിലേക്ക്
ഈ ബിസിനസ് ചെയ്യാൻ ഒരു പാഠം കൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടില്ലേ? ഇതിലൂടെയല്ല ചെയ്യേണ്ടത്. ഇതിലൂടെ ചെയ്യുന്നത് മറ്റോ പറയും, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാം. വേണോ? നിങ്ങൾക്കൊരു പാഠം പറഞ്ഞു തന്നില്ലേ? ജിനിഷ മേഡം കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നല്ലോ. അതാണ് ട്രാക്ക്. ആ ട്രാക്കിലൂടെ പോകുന്നതിന് പകരം റോഡ് സൈഡിലുള്ള ആൾ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ചെയ്ത് നോക്കാം. വേണം. അപ്പൊ നമുക്കൊരു അറിവ് കിട്ടി, അതിലൂടെ പോയാൽ എല്ലാവർക്കും വരുമാനം കിട്ടുമല്ലോ. ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ചിന്തയിൽ മാറ്റം വരാതെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവില്ല. ആ ചിന്തയിൽ മാറ്റം വരുത്തി പ്രവർത്തിക്കാൻ കഴിയണം. മനസ്സിലായില്ലേ? ഒരു കുട്ടി അവൻ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയി. പുറത്തൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിച്ച് നാട്ടിൽ വരുമ്പോഴേക്കും നാട്ടുകാർ ചോദിക്കാൻ ജോലി കിട്ടിയോ. കാരണം പഠിച്ചു വന്നല്ലേ. ഇവന് സ്വൈര് വീട്ടിൽ എന്നാൽ ചോദിക്കും ജോലി കിട്ടിയോ. ചില പ്രായമായി ചോദിക്കില്ലേ കല്യാണം കഴിഞ്ഞോ വേറെ പോലെ ജോലിയായി. അതുപോലെ ഇവനോട് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഇവന് മടിയായി വീട്ടിൽ നിറങ്ങിയാൽ ചോദിക്കും ജോലി കിട്ടിയോ. ജോലി കിട്ടാത്ത ഒരു വിഷമമില്ല. പക്ഷെ നാട്ടുകാർ ചോദ്യത്തിലാവുന്ന വിഷമം. ഇപ്പം ഇത് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. ഒരു അച്ഛൻ പറയും മോനെ നമുക്ക് കൃഷിയിടത്തിലേക്ക് പോകാം, അവിടെ മനുഷ്യരില്ല. മനസ്സിലായില്ലേ? അപ്പം എന്നാ ഞാൻ വരാം അച്ഛൻ. അപ്പൊ അവൻ കൃഷിയിടത്തിലേക്ക് പോയാൽ അച്ഛൻ പറയാം ഇത് പയറാണ് മോനെ, 3 മാസം കൊണ്ട് നമുക്ക് പയർ തരും, 3 മാസമേ കാത്തിരിക്കണ്ടു. ഇത് വാഴയാണ് മോനെ, കൊല കൊത്തിയാൽ അതിൻ്റെ തൈ വീണ്ടും കൊല തരും, കൊത്തിക്കൊണ്ടിരിക്കാം. ഇത് ചേമ്പാണ് മോനെ, ഇത്ര സമയം എടുക്കും. ഇത് ചേനയാണ്, കുറഞ്ഞ സമയം എടുക്കും. പക്ഷെ മോനെ അത് പ്ലാവാണ്. 7 കൊല്ലമായി ഞാൻ വെള്ളവും വളവും കൊണ്ടിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴാണ് ഒരു ചക്ക വിരിഞ്ഞത്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ നമ്മുടേതായ സമയമുണ്ട്. അതിന് പ്രായമില്ല. 18 വയസ്സാകുമ്പോൾ ചില ആൾ വിജയിച്ചു പോകും, ചില 60 വയസ്സ് തുടങ്ങിയിട്ടായിരിക്കും വിജയിക്കുന്നത്. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇഹലോകത്ത് ഒരു ജന്മമേ നമുക്കുള്ളൂ. ആ ജന്മം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് സിമ്പിളായിട്ട് സൂചിപ്പിക്കേണ്ടത്. അത് റെഡി. ഇവിടെ മനോഹരമായിട്ട് നമുക്ക് പറയാം, ഇന്ന് കമ്പനി തുടങ്ങിയിട്ട് 10ാം വർഷത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. 8ാമത് വർഷമാകുമ്പോഴേക്ക് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് നമ്മുടെ മുതിർന്ന അതിൽ 1 ഡസനിലേറെ പ്രോഡക്റ്റുകൾ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റിലെ പ്രൊഡക്റ്റാണ്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ആയുർവേദ ചേരുവകളുടെ ടെസ്റ്റ് നടത്തി, നമ്മുടെ തുള്ളിയുടെ ടെസ്റ്റ് നടത്തി കണക്ട് ചെയ്ത് അതിൽ കലർപ്പില്ലെങ്കിൽ, അതുപോലെ തന്നെ ആയുർവേദ വിധി പ്രകാരമാണ് നടത്തിയെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അങ്ങനെ 20ഓളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് ഇത് മാറിയത്. 10ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോഴത്തേക്ക് കമ്പനിയിലെ മാത്രമല്ല ഇന്ത്യയിൽ ലോകത്ത് ജനസംഖ്യയിൽ 1ാം സ്ഥാനമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ന് നമ്മളൊക്കെ പഠിക്കുമ്പോൾ 2ാം സ്ഥാനം പറഞ്ഞ് എടുത്തിരുന്നു അല്ലേ? ഇന്ന് ലോകത്ത് 1ാം സ്ഥാനം. നമ്മളെ താഴെയാണ് ചൈനയുള്ളത്. നെറ്റ്വർക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ജനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യയിൽ ആകെ 3 കോടി ജനങ്ങളെ ഇതുവരെ വന്നിട്ടുള്ളൂ. 140 കോടിയോളം ജനങ്ങൾ ബാക്കി കിടക്കുകയാണ്. അവരെ കാണാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, അവർ സംസാരിക്കാൻ ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ, നമ്മുടെ പ്രവർത്തി അവരെ ഉപയോഗിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ നമ്മൾക്കും വലിയ വ്യവസായികളാകാം. വലിയ വ്യവസായികളാകുന്ന ആരുടെയും കുത്തകയല്ല. അങ്ങനെ കറക്റ്റ് 45 ആകുമ്പോഴേക്ക് പറയും എനിക്ക് 45 ആണ്, കൊളസ്ട്രോളൊക്കെ ആയി, മുട്ടിന് വേദനയായി, ഇനി എനിക്ക് വിശ്രമിക്കണം. 67 വയസ്സായ പറയുന്നത് 10,000 കോടി 3 പേരും കൂടെ ഇറക്കുന്ന പറഞ്ഞത്. വിജയിച്ചതിന്റെ ചിന്ത എന്താണ് കണ്ടില്ലേ? അയാൾക്ക് തിരുവനന്തപുരത്ത് ഒരു ലുലു മാളുണ്ട്. 2000 കോടി മുടക്കി ഉണ്ടാക്കിയ ലുലു മാൾ 17 ഏക്കർ തുടങ്ങിയതാണ്. കൊച്ചിയിലൊന്നുണ്ട്, തൃശ്ശൂരുണ്ട്, ലക്നൌരുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഇപ്പോൾ 5 ഉണ്ട്. നമ്മൾക്കാണ് ഇങ്ങനെ ലുലു മാളിലെങ്കിലോ സാധാരണക്കാരി ഒരു ലുലു മാളിലോ ആ 3ാമത്തെ നിലയിൽ ഒരു AC റൂമിൽ ഇറങ്ങിയിരിക്കും. താഴെ നോക്കാൻ ഒരാൾ, അതിൻ്റെ താഴെ നോക്കാൻ വേറൊരാൾ. നമ്മൾ ഇറങ്ങൂല. 2 കോടി കിട്ടിയാൽ ഓടിക്കിടക്കും. കറക്റ്റല്ലേ? അയാളുടെ സ്ഥിതിയോ 4360 കോടിയാണ് കഴിഞ്ഞ മാസം വരെ അദ്ദേഹത്തിൻ്റെ ആസ്തി. മനസ്സിലായോ? അയാൾക്ക് ഇനി എന്തിനാ കൂടി? വിജയിക്കുക അതൊരു ശീലമാണ്. പ്രവർത്തിച്ച് തേഞ്ഞു പോകട്ടെ. ഒരു പ്രവൃത്തിയും എടുക്കാതെ തുരുമ്പെടുത്ത് പോകുന്നതിനേക്കാൾ ഭേദം. അതാണ് എന്ന് അർത്ഥമാക്കുന്നത്. പ്രവർത്തിക്കുകയാണ് അഭികാമ്യമായിട്ടുള്ളത്. നമ്മളെ ആശ്രയിക്കുന്ന കുടുംബാംഗങ്ങൾ നമുക്ക് കിട്ടാത്ത ഗുണം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ രക്ഷിതാക്കൾ ആസ്വദിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. അവരുടെ ആവശ്യങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ കഴിയണം. നമ്മൾക്ക്
ഒരു താങ്ങാവാൻ, ഒരു തണലാവാൻ നമുക്ക് കഴിയണം. കറക്റ്റ്? അതിനുവേണ്ടി ജീവിക്കണം. അതിന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവൃത്തി കൊണ്ട് പ്രചോദിപ്പിക്കണം. വേണ്ടേ? വേണം. ഒരു കുട്ടി ഇങ്ങനെ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് പോവുക. പണ്ഡിതന്മാരുണ്ട്, വർത്താനം കൊണ്ട് ഭയങ്കരന്മാരുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെ ഉണ്ടാക്കാം, ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, വർത്താനം വെറുതെ. മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് സന്ധ്യ ഇങ്ങനെ പോകുമ്പോൾ ഒരു പണ്ഡിതൻ എന്നോട് പോന്നു. അവരോട് പറയും, മകനേ, ഈ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് നിനക്കറിയുമോ? എനിക്കറിയില്ല. അല്ല, എനിക്കതെല്ലാം അറിയാം. നിന്നോട് ഞാൻ വീണ്ടും ചോദിക്കാൻ, ഈ മെഴുകുതിരിയിലെ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത് നിനക്കറിയോ? നിനക്ക് പറയാൻ പറ്റുമോ? അതപ്പോൾ ഒറ്റ ഉള്ളു കിട്ടുകയും ഇത് പറയാം, ഇത് എങ്ങോട്ടാ പോയത് നിങ്ങൾ പറഞ്ഞാൽ എവിടെ നിന്നാ വന്നത് ഞാൻ പറയാം. വാക്കുകൾ കൊണ്ട് ആവേശം കൊടുക്കുന്നതിനപ്പുറത്ത് പ്രവൃത്തി കൊണ്ട് പ്രചോദിപ്പിക്കാൻ കഴിയണം. വർത്തമാനം കൊണ്ടല്ല, മനസ്സിലായി? ഞാൻ ഇതിൽ വന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക് കാറ്റിൽ ഒരു കാര്യമില്ല, പൊട്ടൻ, അത് വിട്ടുപോയിക്കാം. നാട്ടുകാരൊക്കെ പറയാൻ പറഞ്ഞു, അയാൾ ഓനെന്തോന്ന് കുടുങ്ങിപ്പോയി, പെട്ടുപോയി. ഇങ്ങനൊരു മനുഷ്യനുണ്ടോ? അതാ കണ്ടോ പോന്നുണ്ടോ കണ്ട് കാണൂല, അത് പോന്നു പറയാൻ തുടങ്ങി. ചില കല്യാണ വീട്ടിൽ ഞാൻ ഒരു 8 9 മണിക്ക് വന്നാൽ പറയും, അതാ വന്നിക്കാം, പൊട്ടാത്തൊരു ചിരിയുണ്ടല്ലേ. അതുവരെ നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇത് കേട്ടും കണ്ടും മടുത്തു വരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ പലരും കളിയാക്കി, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കി. കാരണം അവർക്കറിയില്ലല്ലോ ഞാൻ തയ്യുന്നു. ഞാനൊരു BMW എടുത്തിട്ട് ഇപ്പം താഴെ വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ നോക്കും, ഇത് എന്തേ അങ്ങനൊരു സംശയം ആർക്കും വരുന്നത്. അത് ഞാൻ തൊട്ടു, ഇത് എന്തെന്നെയാണ് അങ്ങനെ ഉണ്ടേ. അത് ഇങ്ങനെ വാങ്ങിയൊക്കെ അറിയാം. രാത്രി ഞാൻ തോർച്ചിട്ട് നോക്കിയിട്ട് ഇത് എന്തെന്നാണോ, ചിലത് സ്വപ്നമാണെന്ന് തോന്നിപ്പോവേ. ഈ വണ്ടി ഒടുക്കത്തെ സ്പീഡാണ്. സ്പോർട്ട് മോഡലൊക്കെ ഇട്ടാൽ അത് നിന്നൊരു പോക്കാം, കിലോമീറ്റർ ഒന്നും അറിയില്ല. എങ്ങനെ പോയാലോ മേപ്പയിൽ പഞ്ചായത്തിലെത്തി MLA പോകും. ചില ആളിങ്ങനെ നോക്കും, പോയോ മനസ്സിലായോ? ഏറ്റവും നല്ല പ്രതികാരം ഏറ്റവും നല്ല വിജയമാണ്. വാക്കുകൾ കൊണ്ട് ആവേശം കൊടുക്കുന്നതിനേക്കാൾ പ്രവൃത്തി കൊണ്ട് പ്രചോദിപ്പിക്കാൻ കഴിയണം. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് ഒരു ജന്മമേ ലോകത്തുള്ളൂ. ഒരുപാട് ജന്മമില്ല. അടയാളം വിട്ട് പോകാൻ കഴിയണം. പ്രവർത്തിച്ച് വിജയിക്കണമെന്ന് പറഞ്ഞു പോകാൻ കഴിയണം. ഒരുപാട് ആളുകളെ മുമ്പിൽ നമ്മൾ തലകുടിച്ചിട്ടുണ്ട്, പണമില്ലാത്തതിന്റെ പേരിൽ ഞെരുങ്ങിപ്പോയിട്ടുണ്ട്, മുട്ടുമടക്കിപ്പോയിട്ടുണ്ട്, മുട്ടിലിട്ട് എഴുതിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും വിജയിച്ചവനെന്ന് പറയാൻ കഴിയട്ടെ. അതെന്ത് അവസരമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്നത്തെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഉപയോഗിക്കുന്ന, ഏതാണ്ട് MLA-മാർ ഉപയോഗിക്കുന്ന, പ്രഗത്ഭന്മാർ മുഴുവൻ ഉപയോഗിക്കുന്ന, നിപ്പ വന്നപ്പോൾ നിയമസഭയിൽ വീണ്ടും പറഞ്ഞു, ആയുഷ് പ്രീമിയമുള്ള പ്രോഡക്റ്റ് മാത്രമേ കഴിക്കാവൂ പ്രതിരോധശേഷിക്ക് എന്ന് വിളിച്ചു പറയുന്ന ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ട് പക്ക കച്ചവടം. വിറ്റാലേ പൈസ കിട്ടും, വെപ്പിച്ചാലേ പൈസ കിട്ടും. ഒരു കടയിൽ ആളുകൾ കൂടുതൽ കയറുമ്പോൾ കൂടുതൽ ലാഭം കിട്ടും. ആരും കയറിയില്ല, ലാഭം ഉണ്ടാവില്ല. എന്റെ കട ഇച്ചിരി തിരക്കുള്ളതാണ്, നിങ്ങളുടെ കടയിൽ തിരക്കുള്ളതാക്കണം. കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തണം. അതിന് ഒറ്റയ്ക്കല്ല, ടീമിനെ ഉപയോഗിക്കണം. അതിന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ടീമുണ്ട്. ഇന്ന് മലബാറിൽ മാത്രമല്ല, ഇന്ത്യൻ ചക്രവാളത്തിൽ ഓളം തള്ളിക്കൊണ്ടിരിക്കുന്ന നാമധേയം സൺ ഇന്റർനാഷണൽ ടീം. നമ്മളാരും വലിയവരില്ല, ആരും ചെറിയവരില്ല. നമുക്ക് വിജയിച്ചേ പറ്റൂ. കച്ചവടം വിൽക്കലല്ല, വിൽപ്പിക്കലാണ്. റിലയൻസ് മാളിൽ ഉണക്ക മത്സ്യമുണ്ട്, അംബാനി വിൽക്കുന്നില്ല. ലുലു മാളിൽ കടലും ചെറുപയറുണ്ട്, യൂസഫ് എനിക്ക് തൂക്കി വിൽക്കാനല്ല പണി. കടലിന്റെ വില പോലും അയാൾ അറിയില്ല. അമ്മ ഒരു മാൾ കയറി വെക്കുന്നത് അത് വിൽക്കാനല്ല പണി. ഞാൻ സോപ്പ് വിൽക്കാറില്ല, പക്ഷെ ആയിരക്കണക്കിന് ആളുകൾക്ക് വിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. യൂസഫ് ഇങ്ങനെ വ്യവസായികളാകാൻ ആരുടെയും കുത്തകയല്ല, കോർപ്പറേറ്റുകളുടെ കുത്തകയല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഈ നൂറ്റാണ്ടിലെ വസന്തമാണിത്. പരമദരിദ്രന്മാർക്ക് കോർപ്പറേറ്റുകളെ പോലെ വരുമാനം ഉണ്ടാക്കാൻ ഇത്ര മൂല്യമുള്ള ഒരു അവസരം ഈ നൂറ്റാണ്ടിൽ വേറെയില്ല. പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക, നിങ്ങൾ ലീഡേഴ്സ് പറയുന്ന എന്താണോ അത് കേട്ട് മനസ്സിലാക്കി ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് റെഡി? ഈ ചൂടും വെയിലും മറ്റുമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര ചൂടാവും, ഇതിന്റെ കൂടെ 2 കോട്ടാണ്. എനിക്കെത്ര ചൂടുണ്ടാവും? ഇതിനേക്കാൾ ഒരുങ്ങുന്നൊരു ഹൃദയം ഉള്ളിലുണ്ട്. അത് വിജയമാണ്. അത് എപ്പോഴും വിജയം,
ഇനി അധിക കാലമില്ല, 2023 കഴിയാം. ഡിസംബർ വെറുതെ വിടരുതെന്ന് ഞാൻ പറയും. ഒരുപാട് ഡിസംബർ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി ഒരു ഡിസംബറും വെറുതെ വിടരുത്. മനസ്സിലായില്ലേ? ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുക. വിജയിച്ച് കാണുമ്പോൾ ഒരു ആവേശം നിരത്തി വെച്ചിട്ട് സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ ഒരു എന്താ പറയുക തിയേറ്റർ എഫക്റ്റ് കാണാൻ കഴിയണം. വിജയിച്ചതിന് ശേഷം കാണും. അതല്ലേ പണം പുല്ലടി എന്ന് പറയാം, പക്ഷെ വിജയിച്ചതിന് ശേഷം പറയണം ആ വാക്കിന് വിലയുണ്ടാണെങ്കിൽ. അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ഈ അവസരങ്ങൾ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സാധാരണക്കാർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഒരുപാട് നമ്മളെടുത്തുണ്ട്. 10ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരാനിരിക്കുന്നു. കമ്പനിയെയും ടീമിനെയും വിശ്വസിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ഈ അവസരം വിനിയോഗിക്കണമെന്ന് മാത്രമാണ് എനിക്ക് സിമ്പിളായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. അവസാനം ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നല്ലൊരു കേടിയിരിക്കും. ചൂട് പോകാം. തീരുമാനമെടുക്കും. എന്നെ വിജയിപ്പിച്ചത് എൻ്റെ ചുറ്റുപാടല്ല, എൻ്റെ കൂട്ടുകാരല്ല, ബന്ധുക്കളല്ല, എൻ്റെ തീരുമാനമാണ്. ഞാൻ അതുവരെ മണ്ണ് വാരുന്ന പണിയെടുത്ത് കുറേ കാലം. അതിനെൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ചു. ആദ്യത്തെ 8 മാസം മണ്ണ് വാരാൻ കൂടുതൽ സമയമെടുത്തു. ഇടയ്ക്കൊക്കെ സ്വർണം വാരാൻ തുടങ്ങി. പക്ഷെ എന്നാലും കൂടുതൽ സമയം ഞാൻ മണ്ണ് വാരാൻ ഉപയോഗിക്കുക. കാര്യം മനസ്സിലാക്കുമ്പോൾ മണ്ണ് വാരൽ നിർത്തി, സ്വർണം വാരാൻ തുടങ്ങി. ഇപ്പം 3 ജന്മം കൊണ്ടുണ്ടാക്കുന്ന നേട്ടം ഉണ്ടായി കഴിഞ്ഞു. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുമ്പേ ആ ജോലി ചെയ്ത് ആരെങ്കിലും ജീവിതത്തിൽ ഉന്നത വിജയം നേടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേ പണിയെടുക്കാം. അങ്ങനെ ഒരാളെ മുന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ മാറി ചിന്തിച്ചേ മതിയാവും. ഇന്നില്ലെങ്കിലും 11 ആളും കൂടി വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ വാങ്ങാൻ കഴിയും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ തീനാളമില്ലേ, ഒരു നാളമാക്കുക. ഒരു നാളവും അധികാരം നിലക്കില്ല. പക്ഷെ അതണഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ആർക്കു വേണ്ടി നീ ആളിക്കത്തിയതുവരെ? സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് കത്തിയതെങ്കിൽ അത് പെട്ടെന്ന് അണഞ്ഞു പോകും. മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി തീ പകരാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ അണഞ്ഞു പോകുമ്പോൾ ചിലരെങ്കിലും അണയാതെ സൂക്ഷിക്കാനുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നേർന്നിക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തീയാകാൻ, അവരുടെ ജീവിതത്തിൽ കരുത്താകാൻ ശ്രദ്ധിക്കുക. ആ ധാർമ്മികതയോടുകൂടി ബിസിനസ് സംസ്ഥാനം ചെയ്യുക. SIT 10ാം വാർഷികത്തോട് അടുപ്പിക്കുമ്പോൾ വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്നു. വരുമാനമുണ്ടാക്കി ചാരിറ്റിയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ നമ്മൾ ആശുപത്രി ആവശ്യമുള്ള ആശുപത്രിയിലേക്ക് ആംബുലൻസ് സൗകര്യം, ഒരു ആംബുലൻസ് ഒക്കെ നമ്മളെ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. 1 or 2 കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹം. അതാണ് മൈലേജിന്റെ എമ്പളം അപ്പുറം പറയുമ്പോൾ മൂളിച്ചയ്ക്ക് തന്നെ ഒരു സുഖം ഉണ്ടാവില്ലയോ? ബ്ലഡ് ഡൊണേഷൻ ഒരുപാട് സ്കൂൾ കുട്ടികൾക്ക്, നിർദ്ധനരായ കുട്ടികൾക്ക് സഹായമൊക്കെ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം തുടക്കം കുറിക്കുകയാണ്. ഇത് നിങ്ങൾ തുടക്കേണ്ട. SIT തുടക്കുക. പണം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കൊടുക്കണം. ലോൺ എടുത്ത് കൊടുക്കാനുള്ളതല്ല ചാരിറ്റി. അതുകൊണ്ട് പണം ഉണ്ടാക്കി അതിൽ നിന്നൊരു പങ്ക് മറ്റുള്ളവരെയും സഹായിക്കാൻ വേണ്ടി അവസരം വിനിയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാട്, ആ കാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. അത് സിംഹമായിരുന്നു. 2 ദിവസം ഓടിയിട്ടും ഭക്ഷണമൊന്നും കിട്ടിയില്ല. അവസാനം തളർന്നത് കിടന്നുപോയി. 3ാമത്തെ ദിവസം രാവിലെ 5-6 മണിയാകുമ്പോഴേക്ക് ആ ഇലച്ചാർത്തിനിടയിലുള്ള സൂര്യകിരണങ്ങളുടെ സൂചി പോലെ കണ്ണിലേക്ക് അടിക്കുമ്പോഴും അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തെങ്കിലും കിട്ടുമോ? ചെറിയ തടസ്സങ്ങൾ മാറ്റി നോക്കുമ്പോൾ ഒരു മുയലിങ്ങനെ തുള്ളിക്കളിക്കുന്നു. ചാടി പിടിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. 6 റൗണ്ട് ഓടിയിട്ടും സിംഹത്തെ കിട്ടിയില്ല. അതേ ദൂരത്ത് മുയൽ നിൽക്കണം. അപ്പം മുയലിനോട് ചോദ്യമാണ്, നീ ഒരു കീടമാണ് മുയലെ? ഞാൻ ഈ കാട്ടിലെ രാജാവാണ്, അതിശക്തവാനാണ്. എന്തുകൊണ്ട് ഒരു കീടമായ നിന്നെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല? അപ്പം മുയൽ പറഞ്ഞൊരു മറുപടിയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാരാജൻ അങ്ങ് കഴിവുള്ളവനാണ്, കാട് തുറപ്പിക്കുന്ന രാജാവാണ്. ഒരിക്കലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഓടുന്നത് കേവലം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടിയാണ്, എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കണം, നമ്മൾ ഒറ്റവർക്ക് വേണ്ടിയായിരിക്കണം. എവിടെ പോകുമ്പോഴും ഓർമ്മ വേണം, എൻ്റെ വീടിനെ, എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ ബിസിനസ് അവസരം ചെയ്യുക. അങ്ങനെ ആവശ്യക്കാരായ നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിൽ എല്ലാ ജീവിത നേട്ടങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും പടവുകൾക്കും എൻ്റെ ഹൃദ്യമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ് അവസരം നിങ്ങളോട് ഹൃദ്യമായി പരിചയപ്പെടുത്തിയ ഒരു സാധാരണ കുടുംബിനെയാക്കിയ ബിസിനസ്സിൽ കുറെ കഴിഞ്ഞപ്പോൾ അയാൾ എടുക്കുന്ന ഇൻസ്ട്രക്ഷനിൽ പറയണം മറ്റൊരാളെ ഏർപ്പാടാക്കി അയാൾ ഇറങ്ങി. അങ്ങനെ പേരാമ്പ്രയിൽ ആദ്യത്തെ 2-10 നേടിയ കുമാറായി മാറി.
ഞാനങ്ങ് പയ്യന്നൂർ പോയപ്പോൾ അവിടുന്ന് ഭീമനടി ഇളയരിത്തട്ട് പോയപ്പോൾ അവിടെ ഒരു എന്താ പറയാ പോളിസി മാർക്കറ്റ് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം പറയുകയാണ് പോളിസി ഭയങ്കര പ്രൊഫഷനാ. നിങ്ങളൊരു പോളിസി എടുക്കുന്നോ ഇങ്ങോട്ട്? ഞാൻ പറഞ്ഞു പോളിസിനേക്കാൾ എളുപ്പത്തിൽ പുറത്ത് മാർക്കറ്റ് ചെയ്യാം. പോളിസിക്ക് റിസൾട്ട് ഒരുപാട് വൈകും. ഒന്നുകിൽ പോളിസി കൊടുത്തയാൾ മരിക്കണം, അല്ലെങ്കിൽ കാലാവധി കഴിയണം 15 കൊല്ലം. ഇത് സോപ്പ് തേച്ചാ പിറ്റേന്ന് റിസൾട്ടാ. പുറത്ത് അതിനേക്കാൾ എളുപ്പത്തിൽ വിൽക്കാം. പറഞ്ഞു അയാളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് കാസർഗോഡിലെ ആദ്യത്തെ 2-10 നേടി സീലിംഗ് അച്ചീവറായിട്ടുള്ള എറണാകുളത്ത് തിരുവാങ്കുളത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് കൂടെ പഠിച്ച ഒരു വ്യക്തിയുടെ വീട്ടിൽ കയറി ഞാൻ സംസാരിച്ചു. ഒരു ദിവസം അവിടെ താമസിച്ചു. അവിടെ പതുക്കെ 1 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്ററും സീലിംഗ് അച്ചീവർ 2-10 വാങ്ങുന്ന മുബാറക് സാറായി മാറി. ഇന്ന് 1 ലക്ഷത്തിലേറെ കാണാൻ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ ലീഡറോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും വലിയ നേട്ടം ഉണ്ടാക്കി തീർക്കാം. എല്ലാവർക്കും വൻ വിജയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമാക്കി മാറ്റാൻ